കയ്യിലിരുന്ന ബാഗ് അവിടെ വെച്ചിട്ട് അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ പോലും ചിന്തിക്കും മുമ്പ് അവന്റെ കവിൾ തടത്തിൽ അവൾ കടിച്ചു. അലന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഇത് ഞാൻ വരുന്നവരെ അവിടെ ഒരു സുഖമുള്ള നോവായി ഉണ്ടാവണം. കാരണം വേറെ വല്ല പെൺപിള്ളയുടെയും ഇടയ്ക്ക് ഗോളടിച്ച് കയറാൻ നോക്കിയ ഈ ജിനിയെ മറക്കാൻ പാടില്ല. അത്രയും പറഞ്ഞ് അവൾ നടക്കുമ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ മറക്കില്ല ഈ അലൻ നിന്നെ. എനിക്ക് എൻ്റെ ജീവിതാവസാനം വരെ നിന്നെ വേണം, നിന്നെ മാത്രം. അവിടെ വേറെ ആർക്കും സ്ഥാനം ഉണ്ടാവില്ല. കുഞ്ഞും കാശിയും പാർവതിയുമായി അമ്പലത്തിൽ വന്നതായിരുന്നു. അമ്പലത്തിലേക്കുള്ള യാത്രയിൽ പോലും അവൻ പാറുവിനെ നോക്കുകയോ ഒന്നും മിണ്ടുകയോ ചെയ്തില്ല. അവൾക്കതെല്ലാം ഹൃദയം നുറുങ്ങുന്ന വേദന പോലെ തോന്നി. അപ്പോഴും കുഞ്ഞുടെ കളിച്ചിരികളാണ് അവളുടെ വേദനയ്ക്ക് മരുന്നായത്. മുന്നിലെ മൂർത്തിയെ തൊഴുതു വണങ്ങുമ്പോൾ പോലും ഇടയ്ക്കിടെ അവൾ അവനെ നോക്കി. അപ്പോഴും ഒരു നോട്ടം പോലും ഇല്ലാതെ തന്നെ നിന്നും. കുഞ്ഞിക്ക് വേണ്ടിയുള്ള പൂജ അത് അച്ഛനും അമ്മയും ഒരുമിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പാർവതിയും കാശിയും പൂജാരി ഒരുമിച്ചിരുത്തുമ്പോൾ പാറുവിന്റെ അടുത്തായി അതെല്ലാം നോക്കി കുഞ്ഞിയും നിൽപ്പുണ്ടായിരുന്നു. കാശിയുടെ കരങ്ങൾ കോർത്തു. ഓരോന്നും ചൊല്ലുമ്പോൾ മെല്ലെ അവൾക്കുള്ളിൽ സന്തോഷം മല തല്ലി. എന്നാൽ പെട്ടെന്ന് മുന്നിലിരുന്ന നിലവിളക്കിലെ നെയ്ത്തിരുന്നാളം ഒരുമിച്ചണഞ്ഞു പോയിരുന്നു. അശുഭം! പൂജാരി പറയുമ്പോൾ കാശിയും പാർവതിയും ഒരുപോലെ അയാളെ നോക്കി. ഒരുമിച്ച് നെയ്തിരി നാളങ്ങൾ കെട്ടുപോയിരിക്കുന്നു. വരാനിരിക്കുന്ന വലിയൊരു അപകടത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മൂരിൽ ഒരാൾക്ക് അങ്ങനെയാ കാണിക്കുന്നു. ഇത് കാറ്റിൻ്റെയാ. ഒന്നുകൂടെ തെളിയിച്ചാൽ ശരിയാവാനുള്ളതേ ഉള്ളൂ. അതിനാർക്കെല്ലാം അപകടം ഉണ്ടാവുമെന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ന് വരെ ഞാൻ പറഞ്ഞൊന്നും തെറ്റിയിട്ടില്ല, തെറ്റുകയില്ല. ഇനി അകത്തിരിക്കുന്ന മൂർത്തിക്ക് നിങ്ങളെ രക്ഷിക്കാനാവുകയുള്ളൂ. സാക്ഷാൽ മഹാദേവനെ തന്നെ കൈവിടാതെ പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹം തന്നെ ഒരു വഴി കാണിക്കും. തിരിച്ചുള്ള യാത്രയിൽ പാർവതിയുടെ മനസ്സ് കുലിശിതമായിരുന്നു. കാശിയേട്ട, അദ്ദേഹം പറഞ്ഞതുപോലെ എന്തെങ്കിലും. അവൾ അത് പറയുമ്പോൾ അവൻ പിന്നിലേക്ക് അവളെ കടുപ്പിച്ച് നോക്കിയ ശേഷം മുന്നിലേക്ക് നോക്കുമ്പോൾ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരു കാറ്. വേഗം അവൻ വണ്ടി സൈഡിലേക്ക് വെട്ടിച്ചു മാറ്റി. റോഡിൽ നിന്നും അല്പം മാറിക്കൊണ്ട് വണ്ടി സൈഡിലോട്ട് നിന്നു. നോക്ക് പാർവതി, എനിക്ക് ദൈവത്തിലാണ് വിശ്വാസം. അല്ലാതെ ഇതുപോലെ പറയുന്ന ആൾക്കാരിൽ തീരെ വിശ്വാസമില്ല. അവർക്ക് തോന്നുന്നതെന്തോ പറയുന്നു. അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം. ഇനി അതിനെപ്പറ്റി ഓർത്ത് കരഞ്ഞ് ഓരോന്ന് പറയാൻ നിന്ന വെറുതെ എന്തിനാണ് നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന ആ ബന്ധം പോലെ ഇല്ലാതാക്കുന്നത്? ഞാൻ ഇനി ഒന്നും പറയില്ല. പക്ഷെ ഒന്നും പറയാതെ ഇരിക്കാനാവില്ല. ഏട്ടൻ എന്നെ ഫ്രണ്ടായിട്ട് തന്നെ കണ്ടു. പക്ഷേ ഏട്ടൻ ഞാൻ അങ്ങനെ കാണില്ല. എൻ്റെ മനസ്സിനും ശരീരത്തിനും അവകാശിയായ എൻ്റെ ഭർത്താവായി തന്നെ കാണും. എന്തെങ്കിലും ഏട്ടൻ്റെ മനസ്സിൽ എനിക്ക് ഫ്രണ്ട് മാറി ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം തരാൻ തയ്യാറാവുന്നു. അന്ന് വരെ ഏട്ടനൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല. അപ്പോഴും ഞാൻ ഏട്ടനെ പ്രണയിക്കുക തന്നെ ചെയ്യും. ജെനി, സേവിയർ വിളിച്ചു. എന്താ പപ്പ? നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു പപ്പ. കയ്യിലിരുന്ന TV റിമോട്ട് സോഫയിലിട്ടുകൊണ്ട് അവൾക്കടുത്തായി വന്നിരുന്ന സേവറിനെ നോക്കി അവൾ തൊട്ടുപിന്നായി ലിസയുണ്ട്. ഡേവിയും മറയും അവൾക്ക് എതിർവശത്ത് ചിരിയോടെ ഇരിപ്പുണ്ട്. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്താ തന്നെ നോക്കിയിരിക്കുന്നത്? നിനക്ക് നമ്മുടെ എബ്രാമിന്റെ മകൻ ക്രിസ്റ്റിയെ പറ്റി എന്താ അഭിപ്രായം? ക്രിസ്റ്റിച്ചാൻ ആള് കുഴപ്പമൊന്നുമില്ലെന്നാ ഇതുവരെ കണ്ടിട്ടുള്ളേ. എൻ്റെ ഒരു കാഴ്ചപ്പാട് തോന്നിട്ടുള്ളതാണ്. ആണാ? 2 ദിവസം മുമ്പ് എബ്രാവും ഭാര്യയും അന്നമ്മയും കൂടെ വന്നിരുന്നു ക്രിസ്റ്റിക്ക് വേണ്ടി നിന്നെ ചോദിക്കാൻ. അത് കേട്ടതും അവൾ നടുക്കമുണ്ടായി. പപ്പ എന്താ പറഞ്ഞ്? ക്രിസ്റ്റിച്ചാന് വേണ്ടി എന്നെ ചോദിച്ചെന്നു? ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇനി ചിന്തിക്കാം. അവർ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാണ്. അവർ ഇങ്ങനെ ഒരു ആലോചന ഇങ്ങോട്ട് വച്ചില്ലെങ്കിൽ അങ്ങോട്ട് ആലോചിച്ച് പോകാൻ ഇരുന്നതാ. എന്തായാലും അതുണ്ടായില്ല. പിന്നെ ഇപ്പൊ നിന്നെ പിടിച്ച് കെട്ടിക്കാനൊന്നും പോണില്ല. കെട്ട് 2 കൊല്ലം കഴിഞ്ഞ മതി എന്ന് അവൻ പറഞ്ഞ്. അവൻ്റെ പുതിയ എന്തോ ബിസിനസ് ആവശ്യമായി പുറത്തേക്ക് പോകേണ്ട എന്തോ ഉണ്ടെന്ന്. അതിനു മുമ്പ് ഒരു ഉറപ്പ് നമ്മൾ കൊടുക്കണം. 2 വീട്ടുകാരും പിന്നെ നമ്മുടെ 2 കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളും മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ മോതിരമാറ്റം ചടങ്ങ്. പപ്പ, എനിക്കറിയാം മോൾക്ക് കേട്ടതും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പ്രയാസമാണെന്ന്. നിശ്ചയം കഴിഞ്ഞ് 2 വർഷം ഗ്യാപ്പില്ലേ? അതിനിടയ്ക്ക് പരസ്പരം ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഓക്കെ ആവും. അത്രയും പറഞ്ഞ് സേവിയർ ലിസ പോകുമ്പോൾ ജെനി അവിടെ തന്നെ ഇരുന്നു. അവളുടെ മനസ്സിലപ്പോൾ അലനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. പാർവതിയെയും കുഞ്ഞിനെയും വീട്ടിലാക്കിയ ശേഷം കാശി ഓഫീസിൽ പോയിരുന്നു. കുഞ്ഞിക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു ഒരേ വാശി. കാശിയെ വിളിച്ചപ്പോൾ മീറ്റിങ്ങിനാണ്, അവൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കൊള്ളാം, കുഞ്ഞിൽ എപ്പോഴും ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് പാറുവിനെ സോപ്പിട്ട് ദേവുവിന്റെ വീടുമായി ചെന്ന് അവളെയും പൊക്കി. പാർക്കിലെത്തിയതും കുഞ്ഞേക്കാൾ കൊച്ചു കുഞ്ഞ് ദേവാണെന്ന് തോന്നി. അമ്മാതിരിയായിരുന്നു അവളുടെ പ്രകടനം. അത് കാണുമ്പോൾ കാർത്തിക്കും പാർവിനും ഒരുപോലെ ചിരി വന്നു. പാർവതി കാർത്തിയെ നോക്കി പറഞ്ഞു, ഇവള് നന്നാക്കിയെടുക്കുന്നതിനെ കുറിച്ച് പാടുപെടും. പെട്ടല്ലേ പറ്റുവേട്ടത്തി, ഹസ്തിക്ക് പിടിച്ച പ്രണയായി പോയില്ലേ? അതിനവൾ ചിരിച്ചു. കുഞ്ഞെ വെള്ളത്തിലിറക്കി ദേവ് കളിക്കുമ്പോൾ ഒരമ്മയുടെ എല്ലാ വേവലാതിയോട് കൂടി പാറു പറയുന്നുണ്ടായിരുന്നു,
സൂക്ഷിച്ച്, കുഞ്ഞിയുടെ മൂക്കിലും ചെവിലൊന്നും വെള്ളം കയറുതെന്നും മറ്റും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ദേവുവിൻ്റെയും കുഞ്ഞിയുടെയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞെ നന്നായി തലതുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കുമ്പോൾ കുഞ്ഞ് ചെറുതായി തുമ്മാൻ തുടങ്ങി. അമ്മ പറഞ്ഞല്ലേ വെള്ളത്തിലിറങ്ങി കളിക്കരുതെന്ന്, രാത്രി പനി വല്ലതും വന്നാൽ നിന്റെ അച്ഛൻ എന്നെ ഓടിക്കും. പാറു അത് പറയുമ്പോൾ കുഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചോ, അമ്മയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന ഓർത്ത് ചിരിച്ചോ കേട്ടോ. അച്ഛൻ തയ്യൂല അമ്മേ, ഞാൻ പതയൂലേ, നന്ന വെള്ളത്തിറങ്ങിയെന്ന് ഏത് ചേച്ചി ആ വെള്ളത്തിൽ ഇരിക്കുകയെന്ന് പറയും. അമ്പടെ കള്ളി, നീ കൊള്ളാലടി, അമ്മയെ രക്ഷിക്കാൻ എന്നെ കൊലക്കി കൊടുക്കുമെന്നു. ആ കുതുക്കും കാന്താരി. അതിന് കുഞ്ഞ് അവളെ നോക്കി ചിരിച്ചു. കാർത്തിയും ദേവും മുന്നേ നടക്കുമ്പോൾ അവർക്ക് പിന്നാലെ തന്നെ കുഞ്ഞെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാറുവും ചെല്ലുമ്പോൾ പിന്നൊരു ശബ്ദം അവരെയെല്ലാം ഒരുപോലെ പിടിച്ചു നിർത്തി. അപ്പോ ഇതാണല്ലേ കൈലാസത്തിലെ കാശിനാഥൻ എനിക്ക് പകരം കൊണ്ടുവന്നവള്. തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളെ പുച്ഛത്തോട് നോക്കി നിൽക്കുള്ള പാറു നോക്കി നിന്നു. ദേവു, കുഞ്ഞെ ഏടത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങി നീ കാറിലിരിക്കെ. അത് പറഞ്ഞ് കുഞ്ഞെയും എടുത്ത് ദേവ് കാറിലേക്ക് കയറി. പുറത്ത് നടക്കുന്ന സംസാരം കുഞ്ഞ് കേൾക്കാതിരിക്കാൻ കാറിലെ ഗ്ലാസ് ഉയർത്തിയിട്ട് കുഞ്ഞിക്ക് ഇഷ്ടമുള്ള പാട്ടിട്ടിരുന്നു. അതെ, നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട ഡാഷ് മൂളെ അടിച്ചിറക്കി ശുദ്ധികലാശം നടത്തിയിട്ട് നല്ല ഒന്നാം തരം പാർവതി ദേവിയെ തന്നെ കൈലാസത്തിലെ കാശാന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നത്. ഈ അഹങ്കാരം അധിക നാളും ഉണ്ടാവില്ല. അതിന് സമ്മതിക്കില്ല. അയാൾ അങ്ങനെ പെണ്ണ് കെട്ടി സന്തോഷം ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഇത് നല്ല കൂത്ത്. ഡിവോഴ്സായി നിങ്ങൾ കണ്ടവന്മാർക്കൊപ്പം നിറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഏട്ടൻ അന്തസ്സായി ഒരു പെണ്ണ് കെട്ടി ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലേ? ഓ, നിങ്ങളെ വിചാരിച്ച് ഏട്ടൻ നിങ്ങളെ ഓർത്തി കരഞ്ഞ് പെണ്ണ് കെട്ടത് ജീവിക്കുന്നു. അതിന് നിങ്ങളുടെ മറ്റേ ഭീമുണ്ടല്ലോ, അവനല്ല എൻ്റെ ഏട്ടൻ. ഇത് മുതൽ വേറെയാ, കാശിനാഥൻ. വൈക പാറുവിനെ നോക്കി. എങ്ങനെയാടി കാശ് ഒപ്പിച്ചെടുത്തത്? ദിവസക്കൂലിക്കോ അതോ ആഴ്ചക്കൂലിക്കോ? എന്നാൽ അത് പറഞ്ഞ് തീർന്നതും ടാപ്പോ എന്നൊരു സൗണ്ടാണ് കേട്ടതും. ഒന്നല്ല 2 വട്ടം. കാർത്തി നോക്കുമ്പോൾ 2 കവളിലും കരങ്ങൾ വെച്ച് നിൽക്കുന്ന വൈക, അവൾക്ക് മുമ്പിൽ കലിപ്പിൽ കണ്ണൊക്കെ ചുവപ്പിച്ച് നിൽക്കുന്ന പാറു. നീ എന്താ ചോദിച്ചേ? ദിവസക്കൂലിയാണെന്നോ? നീ ദിവസത്തിന് ആഴ്ചയും കൂലി വാങ്ങി കണ്ടവന്റെ ബെഡിൽ കിടക്കാൻ പോകുമെന്ന് കരുതി നിന്നെ അളക്കുന്ന അളവുകോൽ വെച്ച് ഈ പാർവതി അളക്കാൻ നിൽക്കരുത്. പാവ മനുഷ്യന്റെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി വിശ്വാസം പിടിച്ചു പറ്റി വഞ്ചിച്ച് കടന്ന് നീയാണോടി എനിക്ക് നേരെ വിരലുയർത്തുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നിന്റെ പുഴുത്ത നാവിൽ നിന്ന് എന്റെ കാശേട്ടന്റെ പേര് വരാൻ പാടില്ല. ഇന്നീ ലോകത്ത് എനിക്കും എന്റെ കുഞ്ഞിക്ക് സ്വന്തമായവൻ അദ്ദേഹം, എന്റെ പാതിയായവൻ. നിന്നെപ്പോലെ ചതിച്ചു കിടക്കാനല്ല ഈ താലി ഞാൻ ഏറ്റുവാങ്ങിയത്. എന്റെ മരണം വരെ കാശിയുടെ നെഞ്ചിൽ ചാരി ഉണ്ടാവും ഞാൻ. നിന്നെപ്പോലുള്ള പിശാചിക്ക് വന്നാൽ പോലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ. അതുകൊണ്ട് എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ പൊക്കോ നീ. ഇല്ലെങ്കിൽ ഇവിടെട്ട് നിന്നെ തല്ലും ഞാൻ, പട്ടിയെ പോലെ. ഞാൻ ഇപ്പൊ പോകുക. എന്നാ ഒന്നും നീ മറക്കണ്ട, എന്നെ നീ അടിച്ചല്ലേ, ഇതിന് നിന്നെ അനുഭവിപ്പിക്കും. നീയും അയാളും കരയും. അത് ഞാൻ എന്റെ കൺമുമ്പിൽ തന്നെ കാണും, ഓർത്തു വെച്ചോ. കാശി വരുമ്പോൾ ഇന്ന് നടന്നതിനെ പറ്റി തൽക്കാലം ഒന്നും പറയരുതെന്ന് പറഞ്ഞതും അതിനെപ്പറ്റി ആരും തന്നെ ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അനന്തം പറഞ്ഞു, കാശി, കാർത്തിയുടെ വിവാഹം നടത്തണം. ഈ 6 മാസത്തിൽ നടന്നില്ലെങ്കിൽ പിന്നെ നല്ല ലേറ്റ് ആവുമെന്നാ തിരുമേനി പറഞ്ഞത്. ദേവുമോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ അല്ലേ, അവളുടെ ക്ലാസ് കഴിയാൻ കുറച്ച് നാളുകൾ കൂടെയല്ലേ ഉള്ളൂ. ഇനി മോൾക്ക് തുടർന്ന് പഠിക്കണമെന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കാലോ നമുക്ക്. നിന്റെ അഭിപ്രായം എന്താ? അവന്റെ തീരുമാനം എന്താ? ഏട്ടാ, എനിക്ക് കല്യാണം വേഗം നടത്തിയ എന്ന് തന്നെ അഭിപ്രായം. എന്നാ അച്ഛൻ നാളെ തന്നെ തിരുമേനിയോട് സംസാരിച്ച് ഡേറ്റ് എടുക്ക്. മറ്റു കാര്യങ്ങൾ എന്താന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെയെങ്കിൽ കാവ്യയുടെ കാര്യം കൂടെ നോക്കിയാലോ? അത് കേട്ടതും കാവ്യ ദയനീയമായി കാശിയെ നോക്കി വിളിച്ചു. ഏട്ടാ, തൽക്കാലം അച്ഛൻ അവന്റെ കല്യാണക്കാരെ മാത്രം നോക്കിയാൽ മതി. അവൾക്ക് അവൾ ആഗ്രഹിക്കുന്ന നേരം പറ്റിയൊരാളെ കൊണ്ട് തന്നെ കെട്ടിക്കാം. കാശി അത് പറഞ്ഞതും കാവ്യ അവനെ വന്ന് ചുറ്റിപ്പിടിച്ചു, കവിൽ തടത്തിൽ മുത്തി. ഈ സമയം പാറു ഓടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞെ, നന്നായി പനിക്കുവാ, നല്ല ചൂടുണ്ട്, എനിക്കെന്തോ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാശി വേഗത്തിൽ മുകളിലേക്ക് ഓടുമ്പോൾ എല്ലാവരും ചെന്നിരുന്നു. അവൻ വരുമ്പോൾ ബെഡിൽ ചുരുണ്ട് കിടക്കുന്ന കുഞ്ഞിയാണ് കണ്ടത്. പൊള്ളുന്ന ചൂട്. അവൻ നെറ്റിയിൽ തൊട്ടതും തന്നെ ഉറക്കത്തിൽ അച്ഛ അമ്മ എന്ന പദം പറഞ്ഞ് ചിണങ്ങുന്നുണ്ട്. കാശി അവളെ പുതപ്പിച്ചിരുന്ന തുണി കൊണ്ട് തന്നെ പൊതിഞ്ഞിരുന്നു. കാർത്തി, വണ്ടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിട്. കാശിക്ക് പിന്നാലെ പാറും കാവ്യം ചെന്നു. ബാക്കിയുള്ളവരോട് തൽക്കാലം വരണ്ട, എന്തേലും ഉണ്ടെങ്കിൽ അവൻ വിളിക്കാം, അപ്പ വന്നാൽ മതിയെന്ന് പറഞ്ഞു. എന്താ കോൾ വിളിച്ചിട്ട് എടുക്കാൻ ഇത്രയും താമസം? ബെഡിൽ കിടന്നുകൊണ്ട് അലൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജിനിയോട് ചോദിച്ചു. ഞാൻ താഴെ എല്ലാവരും കൂടി ആയിരുന്നു, അതാ. ഇവിടെ നിന്ന് പോകുമ്പോണ്ടായിരുന്ന സന്തോഷമില്ലല്ലോ. എന്താ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു? അവളൊന്നും മിണ്ടിയില്ല. ജിനി, മോളത് കാര്യം പറ. എന്താ നിന്റെ പ്രശ്നം? വീട്ടുകാരെനിക്ക് കല്യാണം ആലോചിക്കുക. ആലോചിച്ചതല്ലേ ഉള്ളൂ, പയ്യനെ കിട്ടിയില്ലല്ലോ. പയ്യനെയും കിട്ടി. തമാശ കള ജിനി, തമാശയല്ല,
സീരിയസ് ആയി പറഞ്ഞ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാ ക്രിസ്റ്റിച്ചായൻ. അവർ ഇങ്ങോട്ട് ആലോചിച്ചു. ഞാനിവിടെ വന്ന ദിവസം ഞാൻ പുറത്തു പോകുക കമ്പനി ആവശ്യത്തിന്. പിന്നെ 2 ഇയർ കഴിഞ്ഞ് വരികയുള്ളെന്ന്. അതിനു മുമ്പ് നിശ്ചയം നടത്തുന്ന പറഞ്ഞിരുന്നത്. നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഞാൻ പറയുന്ന പോലെ ആരും കേൾക്കാൻ കൂട്ടാക്കില്ല. നിനക്ക് സമ്മതാണ്ടാണോ നീ മിണ്ടാതിരുന്നത്? ഇത് എന്നെക്കൊണ്ട് വല്ലതും പറയിപ്പിക്കല്ലേ. ചൂടാവാതടി. അത് പറയുമ്പോൾ അവൻ ചിരിച്ചു. ഓരോന്ന് പറഞ്ഞിട്ടിരുന്ന് ചിരിക്കുക. പെട്ടത് ഞാനല്ലേ? എടി പൊട്ടിക്കാളി, അവർ നിന്റെ കല്യാണമല്ല, ജസ്റ്റ് നിശ്ചയല്ലേ, അത്രയല്ലേ നടത്തുള്ളൂ. അത് കഴിഞ്ഞ് അവനിങ്ങ് പോകും, നീ ഇങ്ങോട്ട് വരും. അലനേട്ടൻ എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. എടി കഴുതി, തൽക്കാലം നീ നിശ്ചയത്തിന് സമ്മതിക്കും. കല്യാണം 2 വർഷം കഴിഞ്ഞില്ലേ നടത്തൂ. അവൻ പുറത്തു പോകുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നീ ഞാൻ ഇവിടെ കൊണ്ടുവരും, നിന്റെ പഴയ ഇവിടുത്തെ ടീച്ചർ പോസ്റ്റിലേക്ക്. പിന്നെ 2 വർഷം കഴിഞ്ഞ് അവൻ നിന്റെ നാട്ടിൽ വരുന്നിരിക്കട്ടെ. അപ്പോൾ നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി എൻ്റെ വീട്ടിൽ എൻ്റെ കെട്ടിയോളായിട്ടുണ്ടാവും. കേൾക്കാനൊക്കെ കൊള്ളാം, നടന്നുകൊണ്ടാ മതി. കാണാൻ പോകുന്ന പൂരം മോള് കണ്ടറിഞ്ഞാൽ മതി കേട്ടോ. ഉവ്വ. അതിനവൻ ചിരിച്ചു. ആ ചിരി അവളിലേക്ക് പടർന്നു. കുഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവിടെ രഞ്ജി ഉണ്ടായിരുന്നു. നീ ടെൻഷനാവാതെ, മോൾക്കൊന്നും ഉണ്ടാവില്ല. തൽക്കാലം നീ അവിടെ നിൽക്കുക, ഞാൻ നോക്കട്ടെ. കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന കാശിയെ നോക്കി രഞ്ജി പറഞ്ഞു. പാറുവിന് അവൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അവൾ കരഞ്ഞ് തളർന്ന് നിൽക്കുന്ന കാശിക്കടുത്തേക്ക് ചെന്നു. മടിച്ചാണെങ്കിലും അവൻ്റെ തോളിൽ കരങ്ങൾ പതിപ്പിക്കുമ്പോൾ അവൻ അവളെ തിരിഞ്ഞു നോക്കി. പാർവതി, എൻ്റെ കുഞ്ഞിക്കൊന്നും സംഭവിക്കില്ല. ആ സമയം അവൻ്റെ മനസ്സിനിടെ വാർഡിൽ തളർന്ന് തൻ്റെ കുഞ്ഞ് മാത്രമായിരുന്നു. കുഞ്ഞ് ട്രിപ്പിട്ട് വാർഡിലേക്ക് കിടത്തുമ്പോൾ തന്നെ രഞ്ജി എല്ലാവരുമായി പറഞ്ഞു, എന്നെ മോളെ കാണാം, തൽക്കാലം അവളെ ഉണർത്താൻ നിൽക്കേണ്ട. അത് കേട്ടതും തന്നെ കാശിയും പാറും മുന്നായി തന്നെ അകത്തേക്ക് നടക്കുമ്പോൾ പിന്നെ രഞ്ജിയും കാർത്തിയും കാവ്യയും ചെന്നു. കാശി വരുമ്പോൾ കണ്ടു ട്രിപ്പിട്ട് കിടക്കുന്ന കുഞ്ഞെ. കുറച്ചു നേരം കൊണ്ട് തന്നെ തൻ്റെ മകൾ എന്തുമാത്രം അവശയായി പോയെന്ന് അവൻ ഓർത്തു. കുഞ്ഞിക്കരയിലിരുന്ന് അവളുടെ തലമുടിയിൽ മെല്ലെ തലോടിയ ശേഷം അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർക്കുമ്പോൾ പാറു കാശിയും കുഞ്ഞിയും തന്നെ നോക്കിക്കൊണ്ട് ബെഡിൽ ഓരം ചേർന്ന് നിന്നു. രഞ്ജി കാശിയെ നോക്കി പറഞ്ഞു, ഞാൻ എൻ്റെ ക്യാബിൽ കാണും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. തൽക്കാലം മോളൊന്ന് ഉറങ്ങട്ടെ. കാശി, നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പോൾ നിന്നെ കണ്ട കുഞ്ഞിയേക്കാൾ നിനക്കാണ് വയ്യാത്തതെന്ന് തോന്നും. എൻ്റെ മോൾ ഉണർന്ന് എന്നെ അച്ഛാന്ന് വിളിക്കാതെ എനിക്ക് ഉറക്കം വരില്ലടാ. നീ നോക്കിക്കോ, രാവിലെ ആകുമ്പോൾ അവൾ നമ്മുടെ പഴയ കുഞ്ഞായിരിക്കും. പിന്നെ രഞ്ജി കുറേ നേരം കൂടെ അവിടെ നിന്ന ശേഷം അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ഇത് എങ്ങോട്ടാ ഈ സമയത്ത്? ബാഗും പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന വാമിയെ നോക്കി പ്രഭാകരൻ തമ്പി ചോദിച്ചു. ഇനി ഞാനൊന്നും ചെയ്യാതെ ഇവിടെ ഇരുന്ന എനിക്ക് എന്നേക്കുമായിട്ട് തന്നെ അവൻ കാശിയെ നഷ്ടമായെന്ന് വരും. അതുണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ തന്നെ ഇറങ്ങി എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതിന് നീ ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്. തൽക്കാലം അച്ഛനോടൊന്നും ചോദിക്കരുത്. ഞാൻ പോകുന്ന എന്തിനാണോ അതിന് ലക്ഷ്യം കണ്ടിട്ട് മടങ്ങി വരികയുള്ളൂ. അത്രയും പറഞ്ഞ് അവൾ കാറിൽ കയറി പോകുമ്പോൾ അയാൾ അവിടെ തന്നെ നിന്നു അവൾ പോകുന്നോ നോക്കി.